വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദി ഹങ്കർ ട്രാവലർ. ഇന്നത്തെ റെസിപ്പി ഈ ചൂടുകാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന 3 ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ജ്യൂസാണ്. എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഈ ജ്യൂസിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം തണ്ണിമത്തങ്ങ കുരു കളഞ്ഞിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷുഗർ ആവശ്യത്തിനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കുരു കളഞ്ഞു വെച്ചിരിക്കുന്ന തണ്ണിമത്തങ്ങ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. കുരു കളയണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, നമ്മൾ ഉടച്ചെടുക്കുകയല്ല, മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ജ്യൂസ് ആക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടുന്ന ഞാനിവിടെ 3 വലിയ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. മധുരം നിങ്ങളുടെ ആവശ്യത്തിനാണ്. നല്ല പഴുത്ത തണ്ണിമത്തങ്ങ ആണെങ്കിൽ മധുരം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല, കാരണം ആപ്പിളിലും നല്ല മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മധുരം ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഒരു 3 സ്പൂൺ പഞ്ചസാര ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ 2 ആപ്പിൾ എടുത്തിട്ടുണ്ടല്ലോ, ആപ്പിളിൻ്റെ തൊലി നമ്മൾ ചെത്തി കളയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തൊലി ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നത് നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പം നമ്മൾ നന്നായിട്ട് തൊലി ഇല്ലാതെ എടുക്കുന്നതാണ് ഈ ജ്യൂസിന് ഏറ്റവും ബെസ്റ്റ്. ഈവൻ നമ്മൾ അടിക്കുകയാണെങ്കിൽ കൂടെ നമ്മൾ തൊലി മാറ്റുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ തൊലി നമുക്ക് ജ്യൂസ് കുടിക്കുമ്പോഴായാലും കിട്ടില്ല. അപ്പോൾ 2 ആപ്പിളിൻ്റെയും തൊലി പെട്ടെന്ന് ചെത്തിയെടുക്കാം. തണ്ണിമത്തങ്ങ ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഈ തൊലി ചെത്തിയിട്ടുള്ള ആപ്പിൾ ഉണ്ടല്ലോ, അത് ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് ഇടാം. കുറച്ച് നീളത്തിലുള്ള സൈഡാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ. അപ്പോഴാണ് അതിൻ്റെ ആ കഷ്ണങ്ങൾ നമുക്ക് കടിക്കാനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആപ്പിൾ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് വായിൽ വെക്കുമ്പോൾ തന്നെ അത് അലിഞ്ഞു പോവും. ഈ തണ്ണിമത്തങ്ങയുടെ ജ്യൂസിൻ്റെ ഒപ്പം ഈ ആപ്പിൾ കഷ്ണങ്ങൾ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഇത് ഈ തണ്ണിമത്തങ്ങയുടെ ഒപ്പം ഇട്ടിട്ട് അടിക്കണം എന്നാണെങ്കിൽ ആപ്പിളിൻ്റെ കുരുവും തൊലിയൊക്കെ ചെത്തിയതിന് ശേഷം ഈ ആപ്പിൾ ആദ്യം ഒന്ന് അടിക്കുക. അതിന് ശേഷം ഈ നമ്മുടെ തണ്ണിമത്തങ്ങയുടെ കഷ്ണങ്ങൾ, കുരു കളഞ്ഞ കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം, പഞ്ചസാരയും കൂടെ ചേർത്തിട്ട്. ജ്യൂസായിട്ട് കുടിക്കുന്നതിനേക്കാളും ഇതേപോലെ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്നത് നമ്മുടെ വയറ് ഫില്ലായ പോലെ തോന്നിപ്പിക്കും. അപ്പോൾ ജ്യൂസ് ആകുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് വളരെ ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് രണ്ടും ഗ്രേറ്റ് ചെയ്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് സെർവിങ് ചെയ്യാനുള്ള ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഈ അളവ് 2 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 ആപ്പിളും ഒരു തണ്ണിമത്തങ്ങയുടെ ഒരു 1/4 ഭാഗത്തിൻ്റെ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പം വെറും 3 ചേരുവകൾ കൊണ്ട് നമുക്ക് ഈ ചൂടിനെ തോൽപ്പിക്കാനായിട്ടുള്ള ഒരു വിഭവം കിട്ടിയില്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.